ഹലോ, ഹായ്, നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു വണ്ടർഫുൾ മൂവി കാണാനിടയായി. റോന്ത്. മലയാളത്തിൽ ഒരുപാട് പോലീസ് സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള ഷാഹി കബീറിൻ്റെ ഒരു അത്യുഗ്രൻ സ്ക്രിപ്റ്റ്. മലയാളത്തിൽ പോലീസുകാരുടെ കഥ പറയാൻ ഇത്രയും മികച്ച ഒരു റൈറ്ററും ഡയറക്ടറും ഉണ്ടോ എന്ന് തന്നെ വളരെ സംശയമാണ്. കാരണം അദ്ദേഹം പറഞ്ഞു പോയിട്ടുള്ള കഥകളെല്ലാം വ്യത്യസ്തമായിരുന്നു. ജോസഫ്, നായാട്ട്, അതുപോലെ തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി, എലവിട പൂഞ്ചിറ എല്ലാം പറയുന്നത് ഒരു പോലീസുകാരൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ ജീവിച്ചു പോകുന്ന ചുറ്റുപാടിൻ്റെ, അവൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ എല്ലാം ആകത്തുകയാണ്. ഒരിക്കൽ പോലും ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളായിട്ടോ അല്ലെങ്കിൽ കഥയിൽ എവിടെയും ഒരു തിരുത്തൽ വരുത്തേണ്ട, എന്തെങ്കിലും ചേഞ്ച് വരുത്തേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമോ തോന്നാത്ത വിധത്തിൽ വളരെ ഇഴകീറി പരിശോധിച്ച ഒരു സ്ക്രിപ്റ്റും മികച്ച അവതരണവും അതുപോലെ തന്നെ അത്യുഗ്രൻ ആക്ടിങ്ങുമാണ് ഈ ഓരോ സിനിമകളിലും. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് റോന്ത് എന്നെ എന്തുകൊണ്ട് ആകർഷിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വലിയൊരു പ്രമോഷനോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ വന്ന, പ്രത്യക്ഷത്തിൽ അത് എഫക്റ്റീവായിട്ട് വരാത്തൊരു സിനിമയായിരുന്നു റോന്ത്. ഞാനും ഈ സിനിമ യാദർച്ഛികമായിട്ടാണ് കാണാനിടയായത്. ഈ സിനിമയുടെ കഥയിലേക്ക് വരുമ്പോൾ ഓരോ പോലീസുകാരും സിനിമ ശരിക്കും കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സലാം സാർ എന്ന് പറഞ്ഞിട്ട് സല്യൂട്ട് അടിക്കാൻ തോന്നുന്ന വിധത്തിലുള്ള അത്രത്തോളം മാനസികവും ശാരീരികവുമായിട്ടുള്ള എത്രമാത്രം പ്രതിസന്ധികളിലൂടെ ഇവരെല്ലാം കടന്നു പോകേണ്ടതുണ്ട് എന്ന് കാണിച്ചു തന്ന, ഒരിക്കലും നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടോ അല്ലെങ്കിൽ അഭിനയത്തിന്റെ പോരായ്മകളോ അങ്ങനത്തെ ഒരു പ്രശ്നവും തോന്നാത്തൊരു സിനിമയാണ്. ഇഞ്ചോടിഞ്ച് ഓരോ മില്ലി സെക്കൻഡ് നമ്മളെ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയങ്കര ത്രില്ലിംഗ് ആക്കി കൊണ്ടുപോകുന്ന ഒരു വമ്പൻ സിനിമ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ സിനിമയുടെ സറൗണ്ട് മിക്സ്, അതുപോലെ തന്നെ അഭിനയത്തിൻ്റെ ഓരോ മുഹൂർത്തങ്ങളും. ആസ് എ ഡയറക്ടർ ഞാൻ ചെയ്തിട്ടുള്ള ഒരു മൂവി, അതുപോലെ തന്നെ ഞങ്ങൾ സ്ക്രിപ്റ്റ് റൈറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തത് വെച്ചിട്ട് നമ്മളൊരു മൂവിയുടെ ഡെവലപ്മെൻറ്റ്സും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളെല്ലാം അറിയുന്നത് കൊണ്ടാണ് ഒരു മൂവിയെ ഇത്രത്തോളം ഡീപ്പായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഡയലോഗ് ഡെലിവറി ആയിക്കോട്ടെ, സംസാരം ആയിക്കോട്ടെ, ഓരോ മൊമെൻറ്റും നമ്മളെ പിടിച്ചെടുത്തുന്ന, പലപ്പോഴും നമ്മൾ പേടിച്ചിട്ട് നമ്മൾ സ്ക്രീനിൽ നിന്ന് കണ്ണ് അടച്ചു പോകുന്ന സിറ്റുവേഷൻ വരെ ഈ സിനിമയിലുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവൻ്റെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന ഓരോ ഇഷ്യൂ പേഴ്സണലായിട്ട് മാറുന്ന ഒരു മൊമെൻ്റാണ് ഈ സിനിമയിലുടനീളം. വെറും ഒരു രാത്രിയിൽ സംഭവിക്കുന്ന നാനാവിധങ്ങളായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഫേസ് ചെയ്യേണ്ട പ്രശ്നങ്ങളെ വളരെ ഭംഗിയായിട്ടും അതുപോലെ തന്മയത്വത്തോടു കൂടിയിട്ടും ദിലീഷ് പോത്തൻ്റെയും അതുപോലെ തന്നെ റോഷന്റെയും ക്യാരക്ടർ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെ കീ മൊമെന്റ്സ്, നമ്മളിത് എന്താ പറയുക, മാലപ്പടക്കത്തിന് തിരികൊളുത്തിയ ഒരു സിറ്റുവേഷനാണ്. പതുക്കെ 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 അത് കയറി വരുമ്പോൾ അത് കയറി കൊത്തുന്നത് നമ്മുടെ നെഞ്ചത്താണ്. അത്രയ്ക്കും ഭംഗിയായിട്ട് പിൻ ടു പിൻ ഓരോ സെക്കൻഡ് ടു സെക്കൻഡ് എൻഗേജിങ് ആയിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. രണ്ട് വ്യത്യസ്തരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, ഒരാൾ പോലീസ് ഡ്രൈവർ ആണെങ്കിൽ മറ്റേയാൾ SI ആണ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇവർ രണ്ടുപേരെയും ഓരോ കേസുകളെയും എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ കാണുന്നത്, എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ വളരെ പേഴ്സണലായിട്ട് തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ള SI ആയിട്ടുള്ള SI റാങ്കിലുള്ള ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടർ യോഹനാൻ, അദ്ദേഹം ചെയ്യുന്നത് അതിൻ്റെ എല്ലാ നൂലാമാലകളെയും അതുപോലെ തന്നെ അതിനെ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള പ്രതിസന്ധികളെ എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് അവർ ആ ഒരു ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി. വളരെ മികച്ച രീതിയിലുള്ള വിഷ്വൽ ട്രീറ്റ് ആണ്. അതുപോലെ തന്നെ സൗണ്ട് ഡിസൈനിങ് വളരെ സൂപ്പറായിട്ട് നമുക്ക് ആ ഒരു പോലീസ് വണ്ടിയിലുള്ള യാത്ര ചെയ്യുമ്പോൾ ശരിക്കും പോലീസ് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് യാത്ര ചെയ്യുന്ന ഒരു ഫീലിലാണ് തിയേറ്റർ മുഴുവൻ. അതുപോലെ തന്നെ ബെറ്റർ സറൗണ്ട് മിക്സ് ആണ് എനിക്ക് തോന്നിയത്. മ്യൂസിക് ആയാലും അതിൻ്റെ ഡയലോഗ് ഡെലിവറി ആയാലും അതിൻ്റെ മിക്സിങ് ആയിക്കോട്ടെ വളരെ മികച്ച രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വന്നു പോയിക്കുന്ന ഓരോ ക്യാരക്ടറും ആ സിനിമയെ എത്രത്തോളം മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെ ഭാഗത്തും എഫോർട്ട് ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഇതിനേക്കാൾ ഉപരി ഇതിനെ മുകളിൽ നിർത്തിയത് ഇതിൻ്റെ സ്ക്രിപ്റ്റാണ്. ഒരു സംവിധായകൻ അതിൻ്റെ സ്ക്രിപ്റ്റ് എത്രത്തോളം വലുതാണ് അല്ലെങ്കിൽ എത്രത്തോളം ഒരു സിനിമയുടെ വിജയത്തിൽ സ്ക്രിപ്റ്റിന് പങ്കുണ്ടെന്ന് കാണിച്ചു തരുന്ന ഒരു മൂവിയാണ് ഈ സിനിമ. അതുപോലെ തന്നെ ഈ സിനിമയുടെ ഓരോ ചെറിയ റോളുകൾ ചെയ്തിട്ടുള്ള ആളുകൾ മുതൽ മുഴുനീള കഥാപാത്രം ചെയ്തിട്ടുള്ള അഭിനേതാക്കൾ വരെ വളരെ മികച്ച രീതിയിൽ ഈ സിനിമയുടെ കഥയോട് നീതി പുലർത്തിയിട്ടുണ്ട്.
തീർച്ചയായിട്ടും ഈ സിനിമ ഒരു തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. നായാട്ട് പോലെ, ഓഫീസർ ഓൺ ഡ്യൂട്ടി പോലെ, ഇലവിട പുഞ്ചിറ പോലെ മറ്റൊരു സൂപ്പർ ഹിറ്റ് മൂവിയാണ്. തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക. താങ്ക് യു.